വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 8ാമത്തെ ചാപ്റ്റർ ആവും ഞങ്ങളെ അധികാരം ജനങ്ങളിലേക്ക്, അല്ലേ, അല്ലെങ്കിൽ പവർ ടു ദി പീപ്പിൾ. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. അത് കിട്ടാത്തവർക്ക് ഞാൻ ഒന്നും കൂടി ഒന്ന് വായിച്ചു തരാം നിങ്ങളെ കേട്ടോ. അത് ആ ലിങ്ക് കിട്ടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഒരു വട്ടം വായിച്ചു തരാം. കിട്ടുന്നവർ ബാക്കി തൊട്ട് കണ്ടോ നിങ്ങളെ കേട്ടോ. അതൊന്ന് മൂവ് ചെയ്തിട്ട് എവിടെ മുതലാണ് നിങ്ങൾ ഇനി എഴുതാനുള്ളതെന്ന് വെച്ചാൽ അവിടെ മുതൽ അങ്ങ് എഴുതിയെടുത്തോ കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. പാഠം നോക്കുക, അധികാരം ജനങ്ങൾക്ക്. എന്നിട്ട് നമുക്ക് ടെസ്റ്റിന് ഇതിനകത്ത് ഞാൻ ടെസ്റ്റിലുള്ളത് കുറേയൊക്കെ ഇതിനകത്ത് ഞാൻ എഴുതിയിട്ടില്ല കുഞ്ഞുങ്ങളെ. കാരണം ടെസ്റ്റിൽ ഓൾറെഡി അവർ അത് നല്ല രീതിയിൽ തന്നെ എഴുതി ഏതൊക്കെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞാനത് ഒന്നും കൂടി എഴുതി വേണ്ടാന്ന് വിചാരിച്ച് അത് ടെസ്റ്റിനകത്തുള്ള അത് ഏതൊക്കെയാണെന്ന് പറയാം. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കിയാണ് നമ്മളിപ്പോൾ എഴുതിയേക്കുന്നത്. നോക്കണേ കുഞ്ഞുങ്ങളെ, എളുപ്പം പറയാം. പൂക്കോട്ടുമല ഗ്രാമത്തിൻ്റെ വികസന മുന്നേറ്റങ്ങൾക്ക് പ്രേരക ശക്തിയായി തീർന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹാവ് ബിക്കം ദ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് ദ ഡെവലപ്മെൻ്റൽ പ്രോഗ്രസ് ഓഫ് പൂക്കോട്ടുമല വില്ലേജ്? ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷിൻ്റെ നോട്ടം എഴുതി എടുക്കണേ നിങ്ങൾ കേട്ടോ. മലയാളക്കാരെ മലയാളത്തിൻ്റെയും. ഇത് തോനെയായിട്ട് തോന്നുന്നത് ഇത് രണ്ടും കൂടി ഉള്ളതുകൊണ്ടാണ് ഇത്രയും വലിയ ക്വസ്റ്റ്യൻ ആൻസർ ആണോ എന്ന് കേട്ടോ. അവനവൻ്റെ അങ്ങ് എഴുതി എടുക്കണേ. നോക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനം, ഗ്രാമസഭകളിലെ മികച്ച ജനപങ്കാളിത്തം, മികച്ച ആസൂത്രണം, ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടലും മേൽനോട്ടവും, ജനങ്ങളുടെ അർപ്പണ മനോഭാവം, അതൊക്കെ നമ്മൾ ഒന്നിൽ പറഞ്ഞതായിരുന്നാലും, എഫക്റ്റീവ് ഫങ്ഷനിങ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഇൻ ഗ്രാമസഭ, ദ പ്ലാനിങ് ആൻഡ് ടൈംലി ദ ഇൻ്റർവെൻഷൻ ഓഫ് ഓഫീസേഴ്സ്, ദ കമ്മിറ്റ്മെൻറ്റ് ഓഫ് ദ പീപ്പിൾ. അപ്പം ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷിൻ്റെ ഈ 4 പോയിൻറ്റും മലയാളംകാർ മലയാളത്തിൻ്റെ ഈ 4 പോയിൻറ്റും എഴുതിയെടുക്കണം. ചോദ്യം മനസ്സിലായല്ലോ നിങ്ങൾ, ടെസ്റ്റിലെ ചോദ്യം കേട്ടോ. അടുത്ത രണ്ടാമത്തത്, ഗ്രാമസഭകളിലൂടെയോ വാർഡ് സഭകളിലൂടെയോ ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്താവുന്ന വികസന പ്രവർത്തനങ്ങൾ ഏതെല്ലാം? വാട്ട് ആർ ദ ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസ് ദാറ്റ് ക്യാൻ ബി പ്ലാൻഡ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ത്രൂ ഗ്രാമസഭ ഓർ വാർഡ് സഭ? ചോദ്യം നല്ലതുപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ചോദ്യം നമ്മൾ പെട്ടെന്ന് ചാടിക്കയറി എഴുതിയിട്ട് ചോദ്യം നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ എഴുതാൻ. അപ്പം നോക്കിയേ, ഇളകി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ക്ലിപ്പൊക്കെ വെച്ചിരിക്കുന്നത്. നോക്കൂ കുഞ്ഞുങ്ങളെ. ഒന്നാമത്തത് റോഡ് നിർമ്മാണം, 2 പാലം നിർമ്മാണം, 3 മാലിന്യ സംസ്കരണം, വായിക്കാൻ അറിയണേ, 4 തെരുവ് വിളക്കുകൾ സ്ഥാപിക്കൽ, 5 ജലാശയങ്ങൾ, തണ്ണീർത്തടങ്ങൾ എന്നിവയുടെ പുനർനിർമ്മാണം. അപ്പം അതിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെ എഴുതും? കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്, കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജ്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇൻസ്റ്റാളേഷൻ ഓഫ് സ്ട്രീറ്റ് ലൈറ്റ്, വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ വെറ്റ്ലാൻഡ് റീകൺസ്ട്രക്ഷൻ കേട്ടോ. അതിൻ്റെ എല്ലാം നല്ല മലയാളവും ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ എളുപ്പമല്ലേ നിങ്ങൾ കേട്ടോ. പഠിക്കണേ കേട്ടോ, അടുത്ത ആഴ്ച എക്സാമാണേ. നോക്ക്, ഗ്രാമസഭ എന്താണ്? ഗ്രാമസഭ കേട്ടോ, ഇമ്പോർട്ടൻ്റ് ചോദ്യം. നോക്കണേ, എ ഗ്രാമസഭ ഈസ് എ കമ്മിറ്റി ദാറ്റ് ഇൻക്ലൂഡ് ആൾ ഹൂ ആർ എൻലിസ്റ്റഡ് ഇൻ ദ വോട്ടേഴ്സ് ലിസ്റ്റ് ഓഫ് ഈച്ച് വാർഡ് ഇൻ എവരി ഗ്രാമപഞ്ചായത്ത്. വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? എല്ലാം ഓരോ അക്ഷരം വെച്ചാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. എ ഗ്രാമസഭ ഈസ് എ കമ്മിറ്റി ദാറ്റ് ഇൻക്ലൂഡ് ആൾ ഹൂ ആർ എൻലിസ്റ്റഡ് ഇൻ ദ വോട്ടേഴ്സ് ലിസ്റ്റ് ഓഫ് ഈച്ച് വാർഡ് ഇൻ എവരി ഗ്രാമപഞ്ചായത്ത്. അതായത് ഒരു പഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഉൾപ്പെടുന്നതാണ് ആ വാർഡിലെ ഗ്രാമസഭ. മനസ്സിലായോ? ഒരു പഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഉൾപ്പെടുന്നതാണ് ആ വാർഡിലെ ഗ്രാമസഭ. എന്നാലോ, ഗ്രാമസഭ പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ പബ്ലിക് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡെമോക്രാറ്റിക് പ്രോസസ് ആൻഡ് ടു ടേക്ക് ഡിസിഷൻ. ഗ്രാമസഭ പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ ഫോർ ദ പബ്ലിക് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഡെമോക്രാറ്റിക് പ്രോസസ് ആൻഡ് ടു ടേക്ക് ഡിസിഷൻസ്. വായിക്കാൻ പറ്റുന്നുണ്ടോ? ജനാധിപത്യ ഭരണപ്രക്രിയയിൽ പൊതുജനങ്ങൾക്ക് നാടിൻ്റെ വികസനം സംബന്ധിച്ച ചർച്ചകളിൽ പങ്കാളികളാകാനും അഭിപ്രായം പറയാനും തീരുമാനമെടുക്കാനുമുള്ള അവസരമാണ് ഗ്രാമസഭകൾ വഴി ലഭിക്കുന്നത്.
എഴുതി വെച്ചേക്കുന്ന വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? ജനാധിപത്യ ഭരണ പ്രക്രിയയിൽ പൊതുജനങ്ങൾക്ക് നാടിൻ്റെ വികസനം സംബന്ധിച്ച ചർച്ചകളിൽ പങ്കാളികളാകാനും അഭിപ്രായം പറയാനും തീരുമാനമെടുക്കാനുമുള്ള അവസരമാണ് നമ്മുടെ ഗ്രാമസഭകൾ വഴി ലഭിക്കുന്നത്. കേട്ടോ? അടുത്ത മൂന്നാമത്തെ, നിങ്ങൾ ഏതെങ്കിലും ഒരു 4 പോയിന്റ് ഞാൻ എഴുതിയിട്ടുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും 3 പോയിന്റ് നല്ലതുപോലെ പഠിച്ചുകൊണ്ട് വേണം പോകാം കേട്ടോ. ഗ്രാമസഭ ഈസ് കൺവെൻറ്റഡ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ 3 months. 3 മാസത്തിൽ ഒരിക്കലെങ്കിലും നിശ്ചയിക്കുന്ന സ്ഥലത്ത് ഗ്രാമസഭാ യോഗം കൂടണം. The ഗ്രാമസഭ മീറ്റിംഗ് ഈസ് പ്രിസൈഡഡ് ഓവർ ബൈ ദ പഞ്ചായത്ത് പ്രസിഡന്റ്. ഗ്രാമസഭ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കേണ്ടത് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അതൊക്കെ 1 മാർക്കിന് ചോദിക്കും കേട്ടോ. ഗ്രാമസഭാ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കേണ്ടത് ആരാണെന്ന് 1 മാർക്കിനൊക്കെ ചോദിക്കും. ആരാ നിങ്ങളെ? പഞ്ചായത്ത് പ്രസിഡൻ്റാണ് കേട്ടോ. ചോദ്യം നല്ലതുപോലെ കേട്ടിട്ടേ ഉത്തരം എഴുതാവും. ഇനി നോക്കിക്കേ, നമ്മുടെ 5ാമത്തെ ചോദ്യം. അല്ല, അതിന് 5 പോയിന്റ് ഉണ്ട് അല്ലേ. ദ കൺവീനിയർ ഓഫ് ദ ഗ്രാമസഭ ഈസ് എ വാർഡ് മെമ്പർ. ഇനി ഗ്രാമസഭയുടെ അധ്യക്ഷത വഹിക്കേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ ഗ്രാമസഭയുടെ കൺവീനർ ആരായിരിക്കും? വാർഡ് മെമ്പറാണ്. വാർഡിൻ്റെ മെമ്പറാണ് കേട്ടോ. 5 പോയിന്റ് ഞാൻ തന്നിട്ടുണ്ട്. അതിൻ്റെ മലയാളവും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. അടുത്ത നോക്കൂ നിങ്ങളെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് സഭ കൂടാവുന്ന, നമ്മൾ പഠിക്കുന്ന ക്ലാസ് സഭ എന്താ? ബിൽഡിംഗ് സ്മാർട്ട് ക്ലാസ് റൂംസ്. നമ്മൾ എന്തോ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഗ്രാമസഭ കൂടിയപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ നിന്ന് സഭ കൂടുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ പറയേണ്ടത്? ആദ്യം പറഞ്ഞ എന്താണെന്നറിയോ? ആദ്യം അവസാനം ഒന്നുമില്ല കുഞ്ഞുങ്ങളെ. ഏതെങ്കിലും ഒരു 3-4 പോയിന്റ് എഴുതണം കേട്ടോ. ബിൽഡിംഗ് സ്മാർട്ട് ക്ലാസ് റൂം. സ്മാർട്ട് ക്ലാസ് മുറികളുടെ നിർമ്മാണം. നല്ല സ്മാർട്ട് ക്ലാസ്സുകൾ ഉണ്ടാവണം കേട്ടോ. പിന്നെ പ്രൊവൈഡിങ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ടു ബോയ്സ് ആൻഡ് ഗേൾസ്. പ്രൊവൈഡിങ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ടു ബോയ്സ് ആൻഡ് ഗേൾസ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യ അവസരങ്ങൾ നൽകുക. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യ അവസരങ്ങൾ നൽകുക. വിശാലമായ പ്ലേ ഗ്രൗണ്ട്, അതിനാവശ്യമായ ഉപകരണങ്ങൾ എന്നിവ കുട്ടികൾക്ക് ആവശ്യമാണ്. വൈഡ് പ്ലേ ഗ്രൗണ്ട്, പ്രിപ്പയറിംഗ് ദ നെസസറി എക്യുപ്മെൻറ്റ് ഫോർ ദ ചിൽഡ്രൻ. ഞാൻ വായിക്കുന്നത് മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ? ഓരോ വാക്കും എടുത്തെടുത്താണ് പറയുന്നത്. ഏതെങ്കിലും വാക്കുകൾ സംശയം ഉണ്ടെങ്കിൽ നോക്കാം. വൈഡ് പ്ലേ ഗ്രൗണ്ട് എന്ന് വെച്ചാൽ എന്താ? വിശാലമായ വലിയ കളിസ്ഥലം വേണം അല്ലേ? പ്ലേ ഗ്രൗണ്ട്. പ്രിപ്പയറിൻ്റെ നെസസറി എക്യുപ്മെൻ്റ് എന്നാ കേട്ടോ. എക്യുപ്മെൻ്റ് എന്ന് വെച്ചാൽ ഉപകരണങ്ങളൊക്കെ അല്ലേ? ഫോർ ദ ചിൽഡ്രൻസ്. കുട്ടികൾക്ക് വേണ്ടി എന്താ? കളിക്കാൻ ഗ്രൗണ്ട് മാത്രം മതിയോ? അതിന് ഗ്രൗണ്ടിൽ കളിക്കാനുള്ള ബോളും അല്ലേ, ഓരോ ബാറ്റും ബോളും പിന്നെന്തൊക്കെ എനിക്ക് സ്കൂളുകളിൽ കളിക്കുന്നത് അതൊക്കെ വേണമെന്ന്. പിന്നോ നല്ലൊരു ലൈബ്രറി വേണം. കമ്പ്യൂട്ടർ ലാബ് എന്നിവയുടെ പ്രവർത്തനങ്ങൾ. ഫങ്ഷൻസ് ഓഫ് ലൈബ്രറി ആൻഡ് കമ്പ്യൂട്ടർ ലാബ്. നല്ല എന്താ, നമ്മുടെ സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ലാബുണ്ട്, ലൈബ്രറി ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, അതിനകത്ത് എന്താ വേണ്ടുന്ന സാധനങ്ങളും ഒക്കെ അതിനകത്തിൽ വേണമെന്ന് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതിനകത്തിലേയും ഒരു 3-4 പോയിന്റ് പഠിച്ചിട്ട് വേണം പോകാൻ. ഈ ചാപ്റ്ററിനകത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? അടുത്തത് 5ാമത്തെ മെയിൻ ക്വസ്റ്റ്യൻ. 5ാമത്തെ ചോദ്യം നോക്കിയേ. ഗ്രാമവികസനത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകൾ എന്തെല്ലാം? ഫൈൻഡ് ഔട്ട് ദ വിഷൻസ് ഓഫ് ഗാന്ധിജി കൺസേർവിംഗ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് വില്ലേജ്. അതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യം കേട്ടോ. എന്താ നിങ്ങളെ? ഗ്രാമവികസനത്തെക്കുറിച്ച് നമ്മുടെ ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകൾ എന്തെല്ലാമായിരുന്നത്? ഗ്രാമത്തിൻ്റെ പ്രധാന ആവശ്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക. എന്താ? ഗ്രാമത്തിൻ്റെ പ്രധാന ആവശ്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക. സാമൂഹിക നീതി, സാമൂഹിക സമത്വം എന്നിവയിൽ ഗാന്ധിജി വിശ്വസിച്ചിരുന്നു. സാമൂഹിക നീതി, സാമൂഹിക സമത്വം എന്നിവയിൽ ഗാന്ധിജി വിശ്വസിച്ചിരുന്നു. ഗ്രാമങ്ങളുടെ വികസനത്തിന് പ്രകൃതിക്കിണങ്ങുന്ന രീതിയിൽ കൃഷി ചെയ്യുക. ഭക്ഷ്യവിളകളും ധാന്യവിളകളും കൃഷി ചെയ്യുക കേട്ടോ. ആ 3 പോയിന്റ് മലയാളം മീഡിയക്കാർ എഴുതിയെടുക്കണം. ഗാന്ധിജിയുടെ ചോദ്യം കേട്ടോ. അടുത്ത് നോക്കിക്കേ. അറ്റൈൻ സെൽഫ് സഫിഷ്യൻസി ഇൻ കാറ്ററിംഗ് ടു ദ മേജർ നീഡ്സ് ഓഫ് ദ വില്ലേജ്. ഗാന്ധിജി ബിലീവ്ഡ് ഇൻ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് സോഷ്യൽ ഇക്വാളിറ്റി. ഇതിൻ്റെ എല്ലാം മലയാളം മേലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗാന്ധിജി എന്ത് വിശ്വസിച്ചിരുന്നു? സാമൂഹിക നീതിയും സാമൂഹിക സമത്വവും ഒക്കെ കേട്ടോ. ഗാന്ധിജി ബിലീവ്ഡ് ഇൻ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് സോഷ്യൽ ഇക്വാളിറ്റി. എവരി വില്ലേജേഴ്സ് ഫസ്റ്റ് കൺസേൺ will be to grow its own food crops and cotton for its cloth. Every villager's first concern will be to grow its own food crops and cotton
ഫോർ ഇറ്റ്സ് ക്ലോത്ത്. അപ്പോൾ ഇതിനകത്തിലും 3 പോയിന്റ് തന്നിട്ടുണ്ട്. അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. അപ്പോൾ നമ്മൾ 5 ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു. 5 എണ്ണം എഴുതിയെടുക്കണേ. നിങ്ങൾ എഴുതിയെടുത്താൽ മാത്രം പോരാ, പഠിക്കുകയും വേണം. നമുക്കിനി അധികം ദിവസമില്ല കേട്ടോ. നോക്കിക്കേ, അധികാര കേന്ദ്രീകരണം, അധികാര വികേന്ദ്രീകരണം. അധികാര കേന്ദ്രീകരണവും അധികാര വികേന്ദ്രീകരണവും, സെൻട്രലൈസേഷൻ ഓഫ് പവറും ഡീസെൻട്രലൈസേഷൻ ഓഫ് പവറും. എന്താണ് അതിൻ്റെ മലയാളം? ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിലും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാകുന്നതാണ് അധികാര കേന്ദ്രീകരണം. ഭരണകാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചിലർക്ക് മാത്രമേ ഉള്ളെന്ന്. അങ്ങനെയുള്ളതിനെ എന്ത് പറയുന്നു നിങ്ങളെ? അധികാര കേന്ദ്രീകരണം അല്ലെങ്കിൽ സെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന്. അങ്ങനെയാണെങ്കിൽ വികേന്ദ്രീകരണമോ? അധികാര വികേന്ദ്രീകരണം എന്ന് വെച്ചാൽ അതൊരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനും അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതുമാണ് അധികാര വികേന്ദ്രീകരണം. ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതാണ് അധികാര വികേന്ദ്രീകരണം. ഇനി അതിന് ഇംഗ്ലീഷ് നോക്കണേ നിങ്ങളെ. സെൻട്രലൈസേഷൻ ഓഫ് പവർ, ദ പവർ ടു ടേക്ക് ഡിസിഷൻസ് ആൻഡ് എക്സിക്യൂട്ട് ദം ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ഇൻ സെൻറ്റേഡ് ഓൺ സം പീപ്പിൾ ഈസ് കാൾഡ് സെൻട്രലൈസേഷൻ ഓഫ് പവർ. The common people comparatively do not get the opportunity to become a part of administrative affairs. ഇംഗ്ലീഷുകാർ ഇത് എഴുതണം കേട്ടോ. ഇത് ഇത്ര എഴുതണം. ഡീസെൻട്രലൈസേഷൻ ഇൻ പൊളിറ്റിക്കൽ or administrative systems, the transfer of power legally to the power to take decisions and execute them is called decentralization power. അപ്പോൾ ഈ മെയിൽ ഞാൻ പറഞ്ഞതിൻ്റെ ഇംഗ്ലീഷാണിത് കേട്ടോ. അടുത്ത 7ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ? അത് നമ്മുടെ ടെസ്റ്റിൽ എഴുതിയിട്ടുണ്ട്, എന്നാലും ഞാൻ ഒരു വട്ടം എഴുതിയിട്ടുണ്ടോ നിങ്ങളെ? അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സവിശേഷത. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സവിശേഷത, ഫീച്ചേഴ്സ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ. 1, ഇമ്പോർട്ടൻസ് ടു റീജിയണൽ ഡെവലപ്മെൻറ്റ്, പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം കൊടുക്കുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. പ്രാദേശിക റീജിയണൽ ഡെവലപ്മെൻറ്റ്, വികസനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഡെവലപ്മെൻറ്റ് ഓഫ് ദ ലോക്കൽ എക്കോണമി അല്ലേ, പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം. കോമൺ പീപ്പിൾ ഹാവ് മോർ പവർ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ, പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും വേണം. പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും. 3 പോയിന്റ് നോക്കിയോ, എഴുതിയെടുക്കുന്ന ചോദ്യം മനസ്സിലായല്ലോ. ഫീച്ചേഴ്സ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ ആണ്. 7 എഴുതിയെടുത്തോ നിങ്ങളെ. അടുത്ത 8ാമത്തെ ചോദ്യം നോക്കിയേ. 8, ഇന്ത്യൻ ഭരണഘടനയിൽ പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അല്ലെ ആർട്ടിക്കിൾസ് ഏതാണ്? അനുച്ഛേദത്തിൻ്റെ ഇംഗ്ലീഷ് എന്താവും നിങ്ങളെ? ആർട്ടിക്കിൾസ് എന്നാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിൽ പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 40. ആർട്ടിക്കിൾസ് റിലേറ്റിംഗ് ടു ദ ഫോർമേഷൻ ഓഫ് പഞ്ചായത്ത് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ആർട്ടിക്കിൾ 40. അടുത്ത 9ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ മെയിൻ കമ്മിറ്റീസ് ഫോംഡ് ടു അഡ്രസ് ദ ലാക്ക് ഓഫ് സ്ട്രോങ് ലോക്കൽ സെൽഫ് ഗവർണൻസ് സിസ്റ്റംസ് ആൻഡ് ടു സ്ട്രെങ്തൻ ദം? ഏത് ശക്തപരമായ 2 പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ അഭാവം പരിഹരിക്കാനും അവയെ ശക്തിപ്പെടുത്തുന്നതിനുമായി രൂപീകരിക്കപ്പെട്ട പ്രധാനപ്പെട്ട കമ്മിറ്റികൾ ഏതെല്ലാമാണ്? അത് ടെസ്റ്റിൽ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയും അശോക് മേത്ത കമ്മിറ്റിയും. പേര് വായിക്കാൻ അറിയണേ നിങ്ങളെ. ബൽവന്ത് ഉണ്ട്, ഇത് വായിക്കാൻ അറിയണേ കേട്ടോ. ബൽവന്ത് റായ് മേത്ത, മെഹിറ്റ എന്നല്ലേ, MEH എന്ന് പറയുമ്പോൾ മെഹ് എന്ന് പറയും. മെഹിറ്റ കമ്മിറ്റി, മേത്ത എന്നാണ് കേട്ടോ. മേത്തായ്ക്ക് അവിടെ H ഉണ്ട്, H സൈലന്റ്. മേത്ത കമ്മിറ്റിയും അശോക് മേത്ത കമ്മിറ്റിയും. 2 എണ്ണത്തിന് 2 മാർക്ക് കേട്ടോ, പേര് 2 എണ്ണം എഴുതി വെക്കുന്നതിന്. അടുത്ത ഞാൻ 10ാമത്തെ പെട്ടെന്ന് ഞാൻ അതങ്ങ് തീർക്കാൻ വേണ്ടി 10ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ് എഴുതിയത്. എന്താണ് ഈ ഭരണഘടനാ ഭേദഗതി? ഇത് ഈ ഒരു വരി എഴുതി വെക്കുന്നതിന് 2 മാർക്ക. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്? ഭരണഘടനാ ഭേദഗതി എന്നാൽ എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിനും ഏകീകൃത ഘടനയ്ക്കും വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന സാധ്യത നൽകുവാൻ തീരുമാനിച്ചു. നിങ്ങളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിനും ഏകീകൃത ഘടനയ്ക്കും വേണ്ടി തദ്ദേശ സ്വയംഭരണ
സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധ്യത നൽകുവാൻ തീരുമാനിച്ചു. ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ടു ഗീവ് കോൺസ്റ്റിറ്റ്യൂഷണൽ പവേഴ്സ് ടു ദ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ് ഫോർ ദ എംപവർമെന്റ് ആൻഡ് യൂണിഫൈഡ് സ്ട്രക്ചർ ഓഫ് ദ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ്. പഠിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ, മാറ്റി വെക്കരുത്. ഇതൊക്കെ പ്രധാനപ്പെട്ടത് നോക്കിയാണ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. അത് പഠിച്ചിട്ട് പോണേ കുഞ്ഞുങ്ങളെ കേട്ടോ. 10 ഞാൻ 10 ക്വസ്റ്റ്യൻ ആൻസറാണ്. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നത് അല്ലേ. ആ 10 നല്ലതുപോലെ എഴുതിയെടുക്കണേ. ഇനി നമുക്ക് ഇന്നത്തെ നോക്കിയേ 11ാമത്തെ ചോദ്യം നോക്കിയേ. നമ്മൾ പറഞ്ഞായിരുന്നു ഞാനത് ബാക്കി ഞാൻ തരാമെന്ന് പറഞ്ഞല്ലേ. നോക്കൂ നിങ്ങളെ 11ാമത്തെ ചോദ്യം നോക്കിയേ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. എന്താ നിങ്ങളെ? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ശുപാർശ 1957 കേട്ടോ. ദ റെക്കമെൻഡേഷൻസ് ഓഫ് ആരാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957. ഡേറ്റ് മറക്കല്ലേ. അതുപോലെ തന്നെ അശോക് മേത്ത കമ്മിറ്റി ശുപാർശ 1978 ദ റെക്കമെൻഡേഷൻസ് ഓഫ് അശോക് മേത്ത കമ്മിറ്റി 1978 ഡേറ്റ് തിരിഞ്ഞു പോലെ നിങ്ങളെ. അപ്പോൾ ഇതിനകത്തുള്ള ഓരോന്നിനെ കുറിച്ചും പറയുന്നത്. ഒന്നാമത്തെ നോക്കിയേ. ദ 3 ടയർസ് പഞ്ചായത്ത് സിസ്റ്റംസ്. ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് കമ്മിറ്റി, ഡിസ്ട്രിക്ട് പരിഷത്ത്. നോക്കണേ. ദ 3 3 ഉണ്ട് കേട്ടോ. 3 ദ 3 ടയർ പഞ്ചായത്ത് സിസ്റ്റം, ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് കമ്മിറ്റി, ഡിസ്ട്രിക്ട് പരിഷത്ത്. ത്രിതല പഞ്ചായത്ത് സംവിധാനം ഏതൊക്കെയാണ്? 3 ടയർ പഞ്ചായത്ത് സിസ്റ്റം ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്നിവ. എന്നാലോ ഇപ്പുറത്തെ അശോക് മേത്തയിലാണെങ്കിലോ 2 ടയർ ആണ് അല്ലെ. 2 ടയർ സിസ്റ്റം ഏതൊക്കെയാണ്? മണ്ഡല പഞ്ചായത്തും ഡിസ്ട്രിക്ട് പരിഷത്തും അല്ലേ. മണ്ഡൽ പഞ്ചായത്ത് ആൻഡ് ഡിസ്ട്രിക്ട് പരിഷത്ത്. ഇത് ത്രിതലമാണ്. തിരിഞ്ഞു പോലെ കുഞ്ഞുങ്ങളെ. ഏതാ? ബൽവന്ത് റായ് ത്രിതലമാണ്. ബൽവന്ത് റായ് ത്രിതലുമാണ്. അശോക് ദ്വിതല പഞ്ചായത്തുമാണ് കേട്ടോ. അതിനകത്തിൽ മണ്ഡൽ പഞ്ചായത്തും ജില്ലാ പരിഷത്തുമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താന്ന് ചോദിച്ചാൽ തന്നെ അത് എഴുതിയാൽ അതാ മതി കേട്ടെ. അടുത്ത 2ാമത്തെ. ദ പവർ ഫോർ പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻസ് ടു ബി ഗിവൺ ടു പഞ്ചായത്ത് കമ്മിറ്റീസ് ആൻഡ് സൂപ്പർവിഷൻസ് ആൻഡ് ഓർഗനൈസേഷൻ ഫോർ ഡിസ്ട്രിക്ട് പരിഷത്ത്. അതായത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? ദ പവർ ഫോർ പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ടു ബി ഗിവൺ ടു പഞ്ചായത്ത് കമ്മിറ്റീസ് ആൻഡ് സൂപ്പർവിഷൻസ് ആൻഡ് ഓർഗനൈസേഷൻ ഫോർ ഡിസ്ട്രിക്ട് പരിഷത്ത്. ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്ക്, മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിനാണ്. ഇപ്പുറത്തോ ദ ഡിസ്ട്രിക്ട് പരിഷത്ത് ഷാൾ ഹാവ് ദ ചാർജ് ഓവർ ദ ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിംഗ്. മണ്ഡൽ പഞ്ചായത്ത് ആർ ഇൻ ചാർജ് ഓഫ് ദ വില്ലേജ്. ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാതല ആസൂത്രണ ചുമതല. മണ്ഡല പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതലയായിരിക്കും. 2 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് കുഞ്ഞുങ്ങളെ. 3 ഡിസ്ട്രിക്ട് ഇലക്ഷൻസ് ഇൻ ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ്. ഗ്രാമപഞ്ചായത്തുകളിൽ എന്താണ്? ഡയറക്റ്റ് ഇലക്ഷൻ ആണ് കേട്ടോ നിങ്ങളെ. ഡയറക്റ്റ്. എന്നാലോ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻസ് വാലിഡിറ്റി ഫോർ പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ. പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധ്യതയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? ഭരണഘടനയാണ് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധ്യതയാണ്. ഇനി ആദ്യമേ ഡയറക്റ്റ് ഇലക്ഷൻ ഇൻ ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ പിന്നോ ഇൻഡയറക്റ്റ് ഇലക്ഷൻ ഇൻ ഡിസ്ട്രിക്ട് പരിഷത്ത് ആൻഡ് പഞ്ചായത്ത് കമ്മിറ്റി. ഇതൊന്നും തിരിഞ്ഞു പോകല്ലേ കുഞ്ഞുങ്ങൾ കേട്ടോ. എഴുതിയെടുത്ത് തന്നെ പഠിക്കണേ, തിരിഞ്ഞു പോകല്ലേ. അതായത് ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലേക്ക് പരോക്ഷ തെരഞ്ഞെടുപ്പ്. റിസർവേഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്. ആർക്കൊക്കെ ഉണ്ട്? സംവരണം. റിസർവേഷൻ എന്ന് വെച്ചാൽ സംവരണം ഉണ്ടെന്ന്. ആർക്കൊക്കെയാണ് നിങ്ങളെ? പട്ടികജാതി, പട്ടികവർഗങ്ങൾക്ക് സംവരണം ഉണ്ട്. റിസർവേഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് കേട്ടോ. അപ്പം 4 പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. ടെസ്റ്റിലും ഉണ്ട്. ഇതിൻ്റെ മലയാളംകാർക്ക് ഇതിൻ്റെ ഇംഗ്ലീഷ് ആയാലും ഇംഗ്ലീഷുകാർക്ക് മലയാളമാണെങ്കിലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയും അശോക് മേത്ത കമ്മിറ്റിയെക്കുറിച്ചും പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. 4 പോയിന്റ് ഞാൻ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി കേട്ടോ. അടുത്തത് 12ാമത്തെ ചോദ്യം നിങ്ങളെ. അടുത്ത 12 നോക്കിക്കേ. 12ാമത്തെ നോക്കിയേ. 73-74 ഭരണഘടനാ ഭേദഗതി അടിസ്ഥാനമാക്കി ക്ലാസ്സിൽ പ്രശ്നോത്തരി സംഘടിപ്പിക്കുകയെന്ന്.
കണ്ടക്ട് എ ക്വിസ് ഇൻ ദ ക്ലാസ് ബേസ്ഡ് ഓൺ ദ 73 ആൻഡ് 74th അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധ്യത നൽകിയ ഭരണഘടനാ ഭേദഗതികൾ ഏതെല്ലാം? ക്വിസ് ചോദിക്കാനാട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിങ്ങളുടെ സ്കൂളിലൊക്കെ ഉണ്ടോ നിങ്ങളെ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിപ്പൊക്കെ ഉണ്ടോ? അപ്പം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധ്യത നൽകിയ ഭരണഘടനാ ഭേദഗതികളാണ് 1992 73 ആർട്ടിക്കിൾസ് അല്ലെ ഭേദഗതി, അതുപോലെ തന്നെ 74 ഭേദഗതി. ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടോ. അത് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കും? ഇൻ വിച്ച് നെയിം ഇൻ ദ റൂറൽ അമെൻമെൻറ്റ്, അത് വേറെ അല്ലേ. അപ്പം ഇത് ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണെന്നാണ്? 73 74 ഇൻ വിച്ച് നെയിം ഇൻ ദ ഇൻ വിച്ച് ദ നെയിം ഇൻ ദ റൂറൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡീസെൻട്രലൈസേഷൻ സിസ്റ്റം നോൺ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഗ്രാമീണ അധികാര വികേന്ദ്രീകരണ സംവിധാനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾ ചോദ്യം ചോദിക്കുന്നതാട്ടോ. എന്തായിരിക്കും? ഇന്ത്യയിലെ ഗ്രാമീണ അധികാര വികേന്ദ്രീകരണ സംവിധാനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇൻ വിച്ച് ദ നെയിം ഓഫ് ദ റൂറൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡീസെൻട്രലൈസേഷൻ സിസ്റ്റം നോൺ ഇൻ ഇന്ത്യ. ഏതാ? പഞ്ചായത്തി രാജ്. പഞ്ചായത്തി രാജ്. അടുത്ത, ഹൂ ഈസ് ദ ചാർജ് ഓഫ് പഞ്ചായത്ത് ഇലക്ഷൻ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ ചുമതല വഹിക്കുന്നത് ആര്? ഇതൊക്കെ 1 മാർക്കിന്റെ ചോദ്യമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ ചുമതല വഹിക്കുന്ന ആരാവും നിങ്ങളെ? ആ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരിക്കും. ആരാവും നിങ്ങളെ? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ധനകാര്യ കമ്മീഷന്റെ കാലാവധി എത്രയാണ്? ഇനി ഇലക്ഷന്റെ കാലാവധി 5 വർഷമാണ് കേട്ടോ. ടെൻഡർ ഓഫ് ഫിനാൻസ് കമ്മീഷൻ 5 വർഷം കേട്ടോ. ഗ്രാമസഭകളുടെ രൂപീകരണത്തിന് കാരണമായ ഭരണഘടനാ ഭേദഗതിയാണ് 73. അമെൻമെന്റ് വിച്ച് ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് എ ഗ്രാമസഭ 73 ആണ് കേട്ടോ. 73. നമുക്ക് ഇതിനകത്ത് 73 74 ഭേദഗതിയെക്കുറിച്ചാണ്. അതിൽ 73 എന്തൊക്കെ ചെയ്യുന്നു, 74 എന്തൊക്കെ ചെയ്യുന്നു എന്നാണ് അറിയേണ്ടത്. അടുത്ത, വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് സർവീസസ് ദാറ്റ് ക്യാൻ ബി അവൈൽഡ് ഫ്രം ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്? എത്രാമത്തെ ചോദ്യം നിങ്ങളേത്? 12 ഇതിനകത്തിലെ ചോദ്യമായിരുന്നില്ല, 13ാമത്തെ ചോദ്യമാണിത്. 13. വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് സർവീസസ് ദാറ്റ് ക്യാൻ ബി അവൈൽഡ് ഫ്രം ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയെന്ന് പട്ടിക രൂപപ്പെടുത്തുക എന്നാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? രജിസ്റ്റർ ബർത്ത് ഓർ ഡെത്ത്, നമ്മുടെ ജനന മരണ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ നമ്മൾ ജനിക്കുന്നതും മരിക്കുന്നതും കൊണ്ട് രജിസ്റ്റർ ചെയ്യണം. പിന്നെ കളക്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ, സ്ഥിതിവിവര കണക്കുകളൊക്കെ ശേഖരിക്കുക. സൂപ്പർവിഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രൈമറി സ്കൂൾസ്, മദർ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്. എന്താ സൂപ്പർവിഷൻ എന്ന് വെച്ചാൽ മേൽനോട്ടം വഹിക്കുക അല്ലേ. മേൽനോട്ടവും അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വവും ഒക്കെ പ്രൈമറി സ്കൂൾസ്, മദർ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, വിദ്യാലയങ്ങളുടെ മേൽനോട്ടവും ചുമതലയും ഒക്കെ എന്ത് ചെയ്യണം? നോക്കി നടത്തുക. പിന്നെ സൺഷൻ പെർമിഷൻ ഫോർ ബിൽഡിംഗ് കൺസ്ട്രക്ഷന്, നമ്മൾ പുതിയതായിട്ട് വല്ല കെട്ടിടങ്ങൾ വല്ലതും നിർമ്മിക്കുന്നെങ്കിൽ അതിന് സൺഷൻ മേടിക്കണമെന്ന്. സൺഷൻ പെർമിഷൻസ് ഫോർ ബിൽഡിംഗ് കൺസ്ട്രക്ഷന്. പിന്നെ കൺസർവേഷൻ ഓഫ് ട്രഡീഷണൽ വാട്ടർ റിസോഴ്സസ്. ട്രഡീഷണൽ വെച്ചാൽ പരമ്പരാഗതമായ ജലസ്രോതസ്സുകളൊക്കെ എന്ത് ചെയ്യുക? സംരക്ഷിക്കുക. പിന്നെ ഗാർബേജ് ട്രീറ്റ്മെൻറ്റ്, മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുക. അതുപോലെ തന്നെ ഗ്രാൻഡിങ് ലൈസൻസ് ടു ഡൊമസ്റ്റിക് ഡോഗ്, നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും മൃഗങ്ങളെ ഒക്കെ വളർത്തുന്നുണ്ടെങ്കിൽ അതിന് ലൈസൻസ് എടുക്കണമെങ്കിലും ഈ പറയുന്ന വളർത്തു നായികൾക്ക് ലൈസൻസ് നൽകണം. ഗ്രാൻഡിങ് ലൈസൻസ് ടു ഡൊമസ്റ്റിക് ഡോഗ്. ഇതൊക്കെ എവിടെ നിങ്ങളെ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സേവനങ്ങളാണ്. റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് സർവീസ് ടു ബി അവൈൽഡ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് കേട്ടോ. അപ്പോൾ അതിൻ്റെ 7 പോയിന്റ് ഞാൻ ഇംഗ്ലീഷുകാർക്ക് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 5 പോയിന്റ് പഠിച്ചിട്ട് വേണം പോകാൻ. ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 5 പോയിന്റ് പഠിച്ചിട്ട് വേണേ കുഞ്ഞുങ്ങളെ പാൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആൻഡ് സർവീസ്. അതിൻ്റെ മലയാളം നോക്കിയേ: ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യൽ, സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കൽ, പിന്നെ പ്രാഥമിക വിദ്യാലയങ്ങളുടെ
മേൽനോട്ടവും ചുമതലയും. കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകൽ, പരമ്പരാഗത ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൽ, മാലിന്യ നിർമ്മാർജ്ജനം, വളർത്തുനായകൾക്ക് ലൈസൻസ് നൽകൽ. ഇതിലാത്തിലും 7 എണ്ണമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 5 എണ്ണം പഠിച്ചിട്ട് പോകണം കേട്ടോ. ഓക്കെ ആണോ? അത് തന്നെ പഠിക്കണം, ഇത് തന്നെ പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല കുഞ്ഞുങ്ങളെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കേട്ടോ. ഇപ്പം ഞാൻ 5 എണ്ണം തരുമെങ്കിൽ ഞാൻ 5 എണ്ണവും നിങ്ങൾ പഠിച്ചിട്ട് പോകുമെന്ന് ഞാൻ പറയുന്നില്ല. 4 എണ്ണം പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 എണ്ണം പഠിച്ചാൽ മതി എന്നൊക്കെ ഞാൻ പറയത്തുള്ളൂ. നിങ്ങളിത് മൊത്തവും പഠിച്ചുകൊണ്ട് പോകുമെന്ന് പറയുന്നില്ല കേട്ടോ. അടുത്ത 14ാമത്തെ ചോദ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിവിധ വരുമാന സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിവിധ വരുമാന സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ഐഡന്റിഫൈ ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് വെന്യൂ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ്. ഐഡന്റിറ്റി ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് വെന്യൂ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ്. വിവിധ തരം നികുതികൾ, വേരിയസ് ടൈപ്പ് ഓഫ് ടാക്സസ്, ഫീസുകളും പിഴകളും, ഫീസ് ഫ്രം പെർമിറ്റ് ആൻഡ് രജിസ്ട്രേഷൻ, ഫൈനാട്ടോ, ഫൈൻ അടയ്ക്കാനൊക്കെ പറയത്തില്ലേ, ഫീസുകളും പിഴകളും അല്ലേ. ഇനി ഗുണഭോക്തൃ വിഹിതം നിബന്ധനകളോടുകൂടി സ്വീകരിക്കുന്ന സംഭാവനകൾ, ഷെയർ ഫ്രം ബെനിഫിഷ്യറീസ്, കോൺട്രിബ്യൂഷൻസ് ദാറ്റ് ആർ അക്സെപ്റ്റഡ് ബേസ്ഡ് ഓൺ സർട്ടൺ കണ്ടീഷൻസ് എന്ന് വെച്ചാൽ എന്താ പറഞ്ഞാൽ ഗുണഭോക്തൃ വിഹിതം നിബന്ധനകളോടുകൂടി സ്വീകരിക്കുന്ന സംഭാവനകൾ. ഓക്കെയാണോ? 3 എണ്ണം. ചോദ്യം മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. എന്താ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിവിധ വരുമാനം, അവർക്ക് എവിടെ നിന്നൊക്കെയാണ് ഈ വരുമാനം കിട്ടുന്നത് എന്നുള്ളതിൻ്റെ 3 എണ്ണമാണ് തന്നിരിക്കുന്നത്. അടുത്ത 15ാമത്തെ ചോദ്യം. ലിസ്റ്റ് ഔട്ട് ദ മേജർ ചലഞ്ചസ് ആൻഡ് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും പ്രശ്നങ്ങളും പട്ടികപ്പെടുത്തുക എന്നാണ് പറയുന്നത്. 1. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും പ്രശ്നങ്ങളും പട്ടിക രൂപത്തിൽ എഴുതുക. ലിസ്റ്റ് ഔട്ട് ദ മേജർ ചലഞ്ചസ് ആൻഡ് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പദ്ധതി വിഹിതം സമയബന്ധിതമായി ലഭിക്കാത്ത അവസ്ഥ, വികേന്ദ്രീകരണം പൂർണ്ണമായും നടപ്പാക്കപ്പെടാത്ത ഒരു സാഹചര്യം, ഗ്രാമസഭകളിലെ കുറഞ്ഞ ജനപങ്കാളിത്തം, ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ തനത് വരുമാനത്തിലെ കുറവ്, ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത. 5 എണ്ണം തന്നിട്ടുണ്ട്. 4 എണ്ണം പഠിക്കണം കേട്ടോ. 4 എണ്ണം പഠിക്കണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തെല്ലാം? ചലഞ്ചസ്, മേജർ ചലഞ്ചസ് ആൻഡ് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. A conditions in which the plan share is not available on time. A situation in which decentralization is not executed completely. The less participation of people in Grama Sabha. Dip in Panchayat on revenue in the rural sector. Inadequacy ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. അതിനകത്തിൽ 5 എണ്ണം തന്നിട്ടുണ്ടോ നിങ്ങളെ? 4 എണ്ണയിലും പഠിക്കണേ. ചെറുതൊക്കെ ആയിരിക്കും നിങ്ങൾ തപ്പുന്നതെന്ന് എനിക്കറിയാം. ചെറുത് നോക്കി നമ്മൾ പഠിക്കാൻ തന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും 4 എണ്ണം പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിലേക്ക് ഏറ്റവും ചെറുതായിരിക്കും നമ്മൾ ആദ്യം തപ്പുന്നില്ലയോ. അത് പഠിച്ചിട്ട് അതിൽ വലുത് ഇല്ലയോ? സത്യമല്ലയോ നിങ്ങളെ? എനിക്കറിയാം. 15 ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പറഞ്ഞു. അപ്പം നമ്മൾ ആ ടെസ്റ്റിലെ വലിയ ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ പഠിച്ചു. ഇനി നമുക്കേ കുറേ വൺ വേർഡ് എന്നല്ല, ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ ഗ്രാമപഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ സത്യത്തിൽ നിങ്ങൾക്ക് അറിയാമോ? ഞാൻ ഇത്രയും കിടന്ന് 2 ലിങ്ക് ഇട്ടല്ലോ. എന്താണ് ഈ ഗ്രാമപഞ്ചായത്ത്? അപ്പോൾ ഒന്നും അറിയത്തില്ല, ഇതിനെക്കുറിച്ച് ഒരു കുന്തോ എനിക്കറിയത്തില്ല എന്ന് പറയുന്നവർക്ക് ഗ്രാമപഞ്ചായത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് ഒരു കൂട്ടം ഗ്രാമങ്ങളെയോ ഒരു ഗ്രാമത്തെയോ പ്രതിനിധീകരിക്കുന്നു എന്നെഴുതിയാലും മതി. അതായത് ഗ്രാമപഞ്ചായത്ത് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ. ഗ്രാമപഞ്ചായത്ത് റെപ്രസെൻ്റ് എ ഗ്രൂപ്പ് ഓഫ് വില്ലേജേഴ്സ് ഓർ എ വില്ലേജ്. അതെങ്കിലും എഴുതി വെക്കണം. ഗ്രാമപഞ്ചായത്ത് എന്താന്ന് ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ അവിടെ വാർഡ് മെമ്പർ കാണുമല്ലോ. ആരാണ് ഈ വാർഡ് മെമ്പർ? എ വാർഡ് മെമ്പർ ഈസ് ആൻ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രം എ വാർഡ് ഇൻ ദ ഗ്രാമപഞ്ചായത്ത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയാണ് വാർഡ് മെമ്പർ.
വാർഡ്. അപ്പം ഗ്രാമപഞ്ചായത്ത് എന്താണ്, വാർഡ് മെമ്പർ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് കാണുമല്ലോ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് വെച്ചാൽ എന്താണ്? ദ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈസ് ദ ഹെഡ് ഓഫ് ദ ഗ്രാമപഞ്ചായത്ത് ഇലക്റ്റഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിൻ്റെ തലവനാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങളാണ് ഇത് തിരഞ്ഞെടുക്കുന്നത്. എളുപ്പമല്ലേ? ഇവരൊക്കെ എന്താണെന്ന് പഠിച്ചിട്ട് വേണം, സത്യത്തിൽ ഇതെല്ലാം പഠിച്ചിട്ട് വേണമായിരുന്നു പാഠം തുടങ്ങാൻ തന്നെ. കാരണം നിങ്ങളോടിപ്പോൾ ഗ്രാമപഞ്ചായത്ത്, വാർഡ് മെമ്പർ, ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് ആരാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാന്ന് പഠിച്ചിട്ട് വേണം സത്യത്തിൽ ആ പാഠം തുടങ്ങാൻ, അല്ലേ? അപ്പോൾ നമ്മൾ ആ ചാപ്റ്ററിൽ ഇത് ഉൾക്കൊള്ളിച്ചു എന്നേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇതൊക്കെ ഫസ്റ്റിൽ എഴുതിയാലോ ലാസ്റ്റിൽ എഴുതിയാലോ പഠിക്കുന്നത് നമ്മളല്ലേ. അപ്പോൾ നിങ്ങൾ എവിടെ എഴുതിയെന്നുള്ളതല്ല, ഇതെന്താണെന്ന് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം നോക്കി, എന്താണ് ഈ മുനിസിപ്പാലിറ്റി? എന്താ പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി എന്നാൽ എന്താ? അപ്പോൾ ഇതിനകത്ത് ഗ്രാമപഞ്ചായത്ത് എന്താണെന്ന് പഠിച്ചു, വാർഡ് മെമ്പർ എന്താണെന്ന് പഠിച്ചു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആരാന്ന് പഠിച്ചു. അടുത്ത നമ്മൾ മുനിസിപ്പാലിറ്റി, ലോക്കൽ ഗവൺമെൻറ് ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ സിറ്റി ഓർ ടൗൺ. ഒരു നഗരത്തിൻ്റെയോ പട്ടണത്തിൻ്റെയോ ഭരണനിർവഹണത്തിനുള്ള പ്രാദേശിക സർക്കാരാണ് ആരാണ്? മുനിസിപ്പാലിറ്റി. അടുത്ത ആരാണ് ഈ മേയർ? മേയർ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങളെ? ദിലീപിൻ്റെ ഒരു പടത്തിലൊക്കെ ഉണ്ടല്ലോ. ആരാ ഈ മേയർ? മേയർ ഈസ് ദ ഹെഡ് ഓഫ് ദ മുനിസിപ്പൽ കോർപ്പറേഷൻ. മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ തലവനും ആ നഗരത്തിൻ്റെ പ്രഥമ പൗരനുമാണ് മേയർ. എന്താ നിങ്ങളെ? മേയർ ഈസ് ദ ഹെഡ് ഓഫ് ദ മുനിസിപ്പൽ കോർപ്പറേഷൻ. മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ തലവനും ആ നഗരത്തിൻ്റെ പ്രഥമ പൗരനുമാണ് മേയർ. അപ്പോൾ 5 ക്വസ്റ്റ്യൻ ആൻസർ ആരൊക്കെ എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഇനി ബ്ലോക്ക് പഞ്ചായത്ത് എന്നാൽ എന്താണ്? എന്താണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത്? ഇതൊക്കെ പഠിക്കണോ ഇല്ലയോ? ഇപ്പം മനസ്സിൽ തോന്നുന്നത് ഇത് എന്തോ ഇത് അന്ത്യമില്ലയോ ഇല്ലയോ? ഇതൊക്കെയാണ് കുഞ്ഞുങ്ങളെ അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പം വലിയവരായാലും ചെറിയവരായാലും ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യം. എന്താണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത്? ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് കൺസിസ്റ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ഗ്രാമപഞ്ചായത്ത്. ബ്ലോക്ക് പഞ്ചായത്ത് കോഓർഡിനേറ്റ് ആൻഡ് സൂപ്പർവൈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഗ്രാമപഞ്ചായത്ത്. തദ്ദേശ ഭരണ സംവിധാനത്തിലെ ഉയർന്ന തലം ഒരു കൂട്ടം ഗ്രാമപഞ്ചായത്തുകളെ ഉൾക്കൊള്ളുന്നു. ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുക, അവയ്ക്ക് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നതാണ് ബ്ലോക്ക് പഞ്ചായത്താണ്. ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് എഴുതിയെടുക്കണം, മലയാളംകാർ മലയാളം എഴുതിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ ഡിസ്ട്രിക്ട്, ഇപ്പം ബ്ലോക്ക് പഞ്ചായത്ത് പറഞ്ഞെങ്കിൽ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ആരാണ്? ഉയർന്ന തലം. ജില്ലാ പഞ്ചായത്ത് ഒരു ജില്ലയെ ഉൾക്കൊള്ളുന്നു, ഉയർന്ന തലമാണിത്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഒരു ജില്ലയെ ഉൾക്കൊള്ളുന്നു. ജില്ലാ പഞ്ചായത്ത് ഒരു ജില്ലയെ ഉൾക്കൊള്ളുന്നു. ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ഹൈ ലെവൽ ജില്ലാ പഞ്ചായത്ത് കവേഴ്സ് എ ഡിസ്ട്രിക്ട് കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ബ്ലോക്ക് പഞ്ചായത്ത് ആൻഡ് ഗ്രാമപഞ്ചായത്ത്. ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് എഴുതിയെടുക്കണം. അത് തോന്നുന്നത് രണ്ടും കൂടി എഴുതിയിട്ടാവും. നിങ്ങളെല്ലാം ഓരോ വരിയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ കോർപ്പറേഷൻ? കോർപ്പറേഷൻ, മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നത് ഒരു നഗരത്തിൻ്റെയോ പട്ടണത്തിൻ്റെയോ ഭരണനിർവഹണം നടത്തുന്ന സർക്കാരാണ്. എ മുനിസിപ്പൽ കോർപ്പറേഷൻ ഈസ് ദ ഗവേണിംഗ് ബോഡി ഓഫ് എ സിറ്റി ഓഫ് എ ടൗൺ. ഓക്കെ ആണോ നിങ്ങളെ? അപ്പോൾ ഇത്രയും ഈ പാഠത്തിനകത്തല്ലേ ഒന്നും അറിയാൻ വയ്യാത്തവർ ഇത്രയെങ്കിലും പഠിച്ചിട്ട്, ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ മൊത്തം പഠിച്ചെന്നായിരിക്കും ഇപ്പോൾ അടുത്ത മറുപടി അല്ലേ? അതല്ല നിങ്ങൾ ഇതിനകത്തിൽ ഒരുപാടുണ്ട് പഠിക്കാൻ. അത് കൂടാതെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊന്നും ഞാൻ എഴുതിയിട്ടില്ല. ഡിഫറൻസ് ഒക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. തുടക്കം ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിൽ വന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. കണ്ടോ, ടെസ്റ്റിനകത്ത് ഒരുപാട് ചോദ്യം കിടപ്പുണ്ട്. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൌർ ജില്ലയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അതേ വർഷം തന്നെ ആന്ധ്രാപ്രദേശിലും തുടർന്ന് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നു. ഇതൊന്നും ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ടെസ്റ്റിനകത്തിലുണ്ട് കേട്ടോ. ഇപ്പോൾ ടെസ്റ്റിനകത്തിലെ മൊത്തം ഞാൻ വാരി വലിച്ച് എഴുതിയില്ല. പിന്നെ നിങ്ങൾ ആ 73-ാം ഭരണഘടനാ ഭേദഗതിയും 74 ഈ നീല ബോക്സ് ഉണ്ടോ നിങ്ങളെ? അതിനകത്ത് നിന്നൊരു 3-4 എണ്ണമൊക്കെ പഠിച്ചിട്ട് വേണേ പോകാൻ കേട്ടോ. 1 2 3 4 5 6 7 എണ്ണം ഉണ്ട്. ഒരു 5 എണ്ണമെങ്കിലും പഠിച്ചിട്ട് വേണം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. 73-ാം ഭരണഘടനാ ഭേദഗതിയും 74-ാം ഭരണഘടനാ ഭേദഗതിയും പഠിച്ചിട്ട് പോകണം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് അത്രയും ഇതായിട്ട് കളറടിച്ചൊക്കെ വെച്ചേക്കുന്നതിന് ഞാൻ ഇനി എന്തോ ചെയ്യാൻ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എഴുതാഞ്ഞത് കേട്ടോ. അപ്പം ഓക്കെ, നിങ്ങൾ അത്രയൊക്കെ പഠിച്ചിട്ട് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാൻ. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുവിധമൊക്കെ ഉള്ളതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. ടെസ്റ്റിലെ ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം
കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. മനസ്സിലായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയണേ കേട്ടോ. അതുപോലെ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.